യഥാർത്ഥത്തിൽ പ്രസവം എന്ന് പറയുന്നത് എല്ലാ ജീവികളുടെയും ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ്. അതിന് അലോപ്പതിക്കോ ആയുർവേദത്തിനോ അക്യുപഞ്ചറിനോ പ്രത്യേകിച്ച് റോളുകളൊന്നുമില്ല. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ധാരാളം സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്, ആരോഗ്യത്തോടു കൂടി ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, കുട്ടികൾ ജീവിക്കുന്നുണ്ട്, ജനിക്കുന്നുണ്ട്. ഇതൊന്നും നിയമപരമായിട്ട് നമ്മുടെ സർക്കാരോ നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങളോ എതിർത്തിട്ടില്ല. പക്ഷെ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ സ്വീകരിക്കണം, ആരോഗ്യത്തെ നിലനിർത്തണമെങ്കിലും മെച്ചപ്പെടുത്തണമെങ്കിലും ഒരു ചികിത്സ ആവശ്യമാണ്. അതിന് നമുക്ക് ആർക്കും സംശയം വേണ്ട. പക്ഷെ പ്രസവത്തെ സംബന്ധിച്ചിടത്തോളം അത് രോഗമല്ല, അത് ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനവുമായതുകൊണ്ട് തന്നെ അത് ശരീരം തന്നെ നിർവഹിച്ചോളും. അതിന് നമുക്ക് മരുന്നോ ചികിത്സയോ ആവശ്യമൊന്നുമില്ല. എന്നാൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് എന്തായാലും ചികിത്സ സ്വീകരിക്കാം. ചികിത്സ വേണം. ഒരു പനി വന്നു, ഒരു ജലദോഷം വന്നു, ഒരു വയറുവേദന വന്നു, നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വേണം? ചികിത്സ ആവശ്യമാണ്. അപ്പം മരുന്നില്ലാത്ത സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ പോലെയുള്ള മഹത്തായ ചികിത്സ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ആ ചികിത്സ എന്താണെന്ന് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക, തൊട്ടടുത്ത ക്ലിനിക്കുകൾ സന്ദർശിക്കുക. അപ്പോൾ ഇന്ന് പല സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഗർഭം നിർത്തി അഥവാ പ്രസവിക്കാനുള്ള ആ കഴിവിന് പ്രസവം നിർത്തി എന്ന് പറയപ്പെടുന്ന ഒരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ത്രീ വളരെ വേദനയോടുകൂടി ഇപ്പം ഈ അടുത്ത കാലത്ത് ചികിത്സയ്ക്ക് വന്നപ്പോൾ പറയാറുണ്ടായി, അവർക്ക് മൂന്നാമത്തെ പ്രസവം, ആദ്യത്തെ 3 പ്രസവവും ഓപ്പറേഷനായിരുന്നു. ഈ മൂന്നാമത്തെ പ്രസവത്തിന് ശേഷം പ്രസവം നിർത്തുകയും ചെയ്തു. അതിനുശേഷം അവർക്ക് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള താല്പര്യങ്ങൾ വരെ നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പൊ അത്തരത്തില് ഭാവിയിലേക്കുള്ള സ്ത്രീകളുടെ ജീവിതം വളരെ അധികം ഡിപ്രഷനിലാണ് എന്നാണ് പല രോഗികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലുള്ള ഐക്യത്തെ മുറിവേൽപ്പിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പ്രസവം നിർത്താതിരിക്കുക. അത് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ നെടുന്തൂണാണ്, നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ നെടുന്തൂണാണ്, നിങ്ങളുടെ ആർത്തവത്തിന്റെ ശക്തിയാണ്. അപ്പൊ അത് എല്ലാവരും നഷ്ടപ്പെടുത്താതെ, നശിപ്പിക്കാതെ സൂക്ഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോസ് കാണുന്ന വ്യക്തിയെങ്കിൽ നമ്മളുടെ എല്ലാ വീഡിയോകളും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.